നമുക്കിന്ന് ബേസിക് സയൻസിലെ ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് മലയാളം മീഡിയമാണ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ, വാഴയില, പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ ബാറ്ററി, പേപ്പർ കപ്പ്, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ചില്ല് കഷ്ണം, ചെരുപ്പ്, ബാഗ്, മിഠായി കവറുകൾ എന്നിവ ഉചിതമായ കൂട്ടങ്ങളാക്കുക. അപ്പോൾ മാലിന്യങ്ങളെ നമുക്ക് ജൈവ മാലിന്യം, അജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. എന്നിട്ട് ഈ തന്നിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഈ ഓരോന്നിലും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ജൈവ മാലിന്യത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ജൈവ മാലിന്യത്തിൽ ഉൾപ്പെടുന്നത് പേപ്പർ, വാഴയില, പേപ്പർ കപ്പ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് പേപ്പർ കപ്പ് അജൈവ മാലിന്യത്തിൽ നിന്നാണ്. പക്ഷേ പേപ്പർ കപ്പ് ഏതിലാണ് വരുന്നത്? ജൈവ മാലിന്യത്തിലാണ് വരുന്നത് അല്ലേ. അടുത്തത് അജൈവ മാലിന്യത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്ലാസ്റ്റിക് കവറുകൾ, ചില്ല് കഷ്ണങ്ങൾ, ബൾബ്, തെർമോക്കൂൾ, പ്ലാസ്റ്റിക് കുപ്പി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ചെരുപ്പ്, ബാഗ്, മിഠായി കവർ, ഇതെല്ലാം അജൈവ മാലിന്യത്തിലാണ് വരുന്നത്. ഇനി അപകടകരമായിട്ടുള്ള മാലിന്യം, അപകടകരമായ മാലിന്യത്തിൽ വരുന്നത് മൊബൈൽ ഫോൺ ബാറ്ററി. പിന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. 1. പരിസര മലിനീകരണം തടയാം. 2. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയോളൂ. ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട്, ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ഇതൊക്കെ എന്തുവാണ്? ഇതൊക്കെ സൂചകങ്ങളാണ് അല്ലേ. തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കുക. ഈ തന്നിട്ടുള്ളതിന് നമുക്ക് എങ്ങനെ തരംതിരിക്കണം? പ്രകൃതിദത്ത സൂചകങ്ങളെന്നും ലബോറട്ടറി സൂചകങ്ങളെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഏതൊക്കെയാണ് പ്രകൃതിദത്ത സൂചകങ്ങൾ? ഇതിൽ ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട്, ഇത് 4 ആദ്യം തന്നിട്ടുള്ള 4 പ്രകൃതിദത്ത സൂചകങ്ങൾക്ക് എക്സാമ്പിളാണ്. മനസ്സിലായോ? ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട്, ഇത് 4 പ്രകൃതിദത്ത സൂചകങ്ങൾക്ക് എക്സാമ്പിളാണ്. ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ഇത് രണ്ടും എന്താണ്? അത് ലബോറട്ടറി സൂചകങ്ങളാണ്. അതെ, ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 സൂചകങ്ങളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ വർണ്ണ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇതിന്റെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കാം. നമ്മളൊരു പേപ്പർ എടുത്ത്, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് എടുത്ത് ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഉരയ്ക്കുവാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഉരച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ കളർ എന്തായി മാറും? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ കളർ ഒരു ബ്ലൂ കളറാവും കേട്ടോ, ചെമ്പരത്തിപ്പൂ ഉരയ്ക്കുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ പേപ്പർ ചുവന്ന നിറമായിട്ട് മാറും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ അപ്പോൾ ഇവിടെ എന്താണ്? ബ്ലൂ കളർ റെഡ് കളറായി മാറി. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാരണം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഒരു നോട്ടായിട്ട് എഴുതാം. ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ പേപ്പർ ചുവന്ന നിറമായി മാറുന്നു. അതായത് ചെമ്പരത്തിപ്പൂ ഒരു വൈറ്റ് പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ കളറ് നീല നിറമായി മാറുന്നു. അതിലേക്ക് നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ ഈ നീല കളറ് ഏത് കളറാവുന്നു? ചുമന്ന കളറായി മാറുന്നു. ഇതിന് കാരണം നാരങ്ങാനീരിലുള്ള സിട്രിക് ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ആസിഡ് വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? നീല ലിറ്റ്മസിനെ ചുമപ്പാക്കി മാറ്റുന്നു. അത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാധാരണഗതിയിലെ ഹൃദയസ്പന്ദന നിരക്കാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒരു 4 കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. മേരിയുടെ ഹൃദയസ്പന്ദന നിരക്ക് 154, 154 പൾസ് നമുക്കറിയാം. ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും സെയിം ആയിരിക്കും എല്ലാ ആൾക്കാരുടെയും. അപ്പോൾ മേരിക്ക് 154 തന്നെയാണ്, റാണിക്ക് 101, അജ്മലിന് 120, സുരേഷിന് 158 ഹൃദയസ്പന്ദനവും പൾസ് നിരക്കും. ഇനി സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചതിന് ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്ക് ഈ എല്ലാ കുട്ടികളുടെയും. മേരിക്ക് 154 എത്രയായി മാറി? 200 മാറി. അതുപോലെ ബാക്കിയുള്ളവരുടെയും ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും എന്ത് ചെയ്തു? കൂടി അല്ലേ, നേരത്തേനെക്കാട്ടിയും കൂടി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികകൾ അപഗ്രഥിച്ച് ഒരു നിഗമനത്തിൽ എത്തുക. നമുക്ക് എന്ത് നിഗമനത്തിലാണ് എത്തുന്നത്? നമ്മൾ എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ്. എന്നാൽ കഠിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നു, ഊർജ്ജക്ഷമത കൂടുന്നു, ഹൃദയത്തിന്റെ പ്രവർത്തന നിരക്ക് കൂടുന്നു, തൽഫലമായി ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നു. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? എന്തൊക്കെയാ? ഒന്നാമത്തത് അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക. 2. പുകവലി, മദ്യപാനം ഒഴിവാക്കുക. 3. ജീവിതശൈലി രോഗങ്ങളെ തടയുക. 4. വ്യായാമം പതിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹൃദയത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
അടുത്ത 4ാമത്തെ പ്രവർത്തനം, കൊച്ചി. സന്നദ്ധ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. ഒരു പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ്? ഏതാണ്? വൃക്ക രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ഡയാലിസിസ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ 1, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക. അപ്പോൾ 1 അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം വൃക്കകൾ അല്ലേ? മൊത്തം എത്ര വൃക്കകളുണ്ട്? 2 വൃക്കകളാണ് ഉള്ളത് അല്ലേ? ഇനി 2 അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണ്? അത് മൂത്രാശയം. ഏതാണ്? മൂത്രാശയം. ഇനി മനുഷ്യ ശരീരത്തിലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതെല്ലാം? ത്വക്ക്, കരൾ, ശ്വാസകോശം. ഇവയാണ് നമ്മുടെ വൃക്ക അല്ലാതെ മറ്റുള്ള ഒരു വിസർജന അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലെ കേട്ടോ. അടുത്ത 5ാമത്തെ പ്രവർത്തനം നോക്കിയോളൂ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറേ തവണ കഴുകണം എന്ന് അമ്മ പറഞ്ഞു. അതിൽ ഏതോ രാസവസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അമ്മ സംശയിച്ചു. ഈ സംശയം ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അവിടെ എഴുതാനുള്ള എന്താണ്? ശരിയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? എന്തായിരിക്കും കാരണം? മീൻ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസ് ഘനീഭവിക്കുന്നതിന് ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവാണ്. ചെറിയ അളവിൽ പോലും അത് ക്യാൻസറിന് കാരണമാകും. മനസ്സിലായോ? അപ്പോൾ മീനിൽ എന്തിൻ്റെ സാന്നിധ്യമുണ്ട്? അമോണിയം ക്ലോറൈഡിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ചെറിയ അളവിൽ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ പോലും, നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ പോലും അത് ക്യാൻസറിന് കാരണമാകും. അപ്പോൾ അതെന്തിനാണ് ഈ അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്? ഐസ് പെട്ടെന്ന് ഘനീഭവിക്കാൻ അല്ലെങ്കിൽ ഐസ് പെട്ടെന്ന് കട്ടയാവാൻ വേണ്ടി ചേർക്കുന്ന ഒരു രാസവസ്തുവാണ് കേട്ടോ ഇത്. അടുത്തത് സി ക്വസ്റ്റ്യൻ ഇതാണ്. മത്സ്യം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? എന്തൊക്കെ മാർഗങ്ങൾ? ഉപ്പിലിട്ട് ഉണക്കി സൂക്ഷിക്കാം, റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം, പിന്നെ അച്ചാറിട്ട് സൂക്ഷിക്കാം. അടുത്തത് 6ാമത്തെ പ്രവർത്തനം. അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി നന്നായി പടർന്നു വളർന്നു. എങ്കിലും കായകൾ 2ഓ 3ഓ മാത്രമാണ് ഉണ്ടായത്. ബാബു പറഞ്ഞൊരു കാര്യമാണ് കേട്ടല്ലോ. എ ക്വസ്റ്റ്യൻ ഇതാണ്. എന്തുകൊണ്ടായിരിക്കാം അതിൽ ധാരാളം കായകൾ ഉണ്ടാകാതിരുന്നത്? അതിൻ്റെ ആൻസർ പരിചരണക്കുറവ്. നമ്മൾ നന്നായിട്ട് ആ ചെടിയെ പരിപാലിക്കാതിരുന്നത്. 2ാമത്തത് അത്യുൽപാദന ശേഷിയില്ലാത്ത വിത്തിനം. നമ്മൾ നട്ടതല്ല, അത് തനിയെ മുളച്ചു വന്ന ആ വിത്തിനത്തിന് അത്യുൽപാദന ശേഷി ഇല്ലാതിരുന്നു. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ കായകൾ ഉണ്ടാകാത്തത്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടാകാം. ബി ക്വസ്റ്റ്യൻ, നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 7ാമത്തെ പ്രവർത്തനമാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതേ പിക്ചറാണ്. എന്താ ക്വസ്റ്റ്യൻ? ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ഈ ഗ്രഹണങ്ങൾ 2 ടൈപ്പ് ഉണ്ട്. ചന്ദ്രഗ്രഹണമുണ്ട്, സൂര്യഗ്രഹണമുണ്ട്. അതിൽ ഏത് ഗ്രഹണമാണിതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രഹണങ്ങളുടെ ആ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്കണം. സൂര്യഗ്രഹണമാണെങ്കിൽ എങ്ങനെയാണ് ഓർഡർ? അതായത് ഈ ആകാശഗോളങ്ങളുടെ ഓർഡർ. ആകാശഗോളം എന്ന് പറയുമ്പോൾ, ഗോളങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ഇത് 3ഉം നേർരേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. 2 ടൈപ്പ് ഗ്രഹണമുണ്ട്, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഫസ്റ്റ് ഇവിടെ സൂര്യനുണ്ട്, 2ാമത് ഭൂമിയുണ്ട്, 3ാമത് ചന്ദ്രനുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ വരുന്നത് ഏതാണ്? ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രഗ്രഹണം കേട്ടോ. അപ്പോൾ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇങ്ങനത്തെ ഒരു ഓർഡറിൽ വരുന്നതിനെ നമ്മൾ ചന്ദ്രഗ്രഹണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ നോക്കിയുള്ളൂ. അപ്പോൾ ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ ആൻസർ എന്താണ്? ചന്ദ്രഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിലെ സിയുടെ പ്രത്യേകത എന്ത്? സിക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്ന്. സി നോക്കിയുള്ളൂ. സി കണ്ടോ ചിത്രത്തിൽ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഭൂമിയുടെ നിഴലിനാൽ മറയ്ക്കപ്പെടുന്നു. ഭൂമിയുടെ നിഴല് പൂർണ്ണമായിട്ടും ചന്ദ്രനിൽ പതിക്കുകയും ചന്ദ്രൻ പൂർണ്ണമായിട്ടും മറയ്ക്കപ്പെടുന്നു. പക്ഷേ ബി, ഡി എന്നിങ്ങനെ സ്ഥലത്ത് ചന്ദ്രൻ ഭാഗികമായിട്ടാണ് മറയ്ക്കപ്പെടുന്നത്. എന്നാൽ സി എന്ന് പറയുന്ന പൊസിഷനിലെത്തുമ്പോൾ ചന്ദ്രൻ പൂർണ്ണമായി മറയ്ക്കപ്പെടുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണം അല്ലേ? അപ്പോൾ അവിടെ ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നു. അപ്പോൾ ഇവിടെ എന്താ എഴുതാനുള്ളത്? ചന്ദ്രൻ പൂർണ്ണമായി മറയ്ക്കപ്പെടുന്നു, അതിനാൽ ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നു. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം, എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത്. സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങൾ എഴുതുക. സൂര്യഗ്രഹണം നമുക്ക് നിരീക്ഷിക്കാനുള്ള മാർഗങ്ങൾ. നമുക്ക് ചന്ദ്രഗ്രഹണം ഡയറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി കാണാൻ പറ്റും, പക്ഷേ സൂര്യഗ്രഹണം അങ്ങനെ ഡയറക്റ്റായിട്ട് നോക്കി കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് തീവ്രമായിട്ടുള്ള
രശ്മികളാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അത് ഡയറക്റ്റ് നമ്മുടെ കണ്ണിലോ ബോഡിയിലോ ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ, കണ്ണിന് പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സൂര്യഗ്രഹണം നമ്മൾ ഡയറക്റ്റ് നോക്കി കാണരുത് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? സോളാർ ഫിൽറ്റർ, പിൻ ഹോൾ പ്രൊജക്ടർ, ടെലിസ്കോപ്പ് പ്രൊജക്ടർ, ഇതേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് സോളാർ ഫിൽറ്റർ, പിൻ ഹോൾ പ്രൊജക്ടർ, ടെലിസ്കോപ്പ് പ്രൊജക്ടർ. ഇനി എട്ടാമത്തെ പ്രവർത്തനമാണ്. എട്ടാമത്തെ പ്രവർത്തനം ദാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കുക. നിങ്ങൾ നിരീക്ഷിച്ചോ? ഇനി ക്വസ്റ്റ്യൻ ഇതാണ്: ജലാശയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ത്? ആ ജലാശയം കണ്ടോ വളരെ മാലിന്യപൂർണ്ണമായിട്ട് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയുടെ കാരണം എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, മൃഗങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവയെ ജലാശയങ്ങളിൽ വച്ച് വൃത്തിയാക്കുന്നത്, ഹോട്ടലിൽ നിന്നും, ഫാക്ടറികളിൽ നിന്നും, വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത്, ഇതൊക്കെ ജലാശയത്തിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ: ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്താണ്? ഫാക്ടറികളിൽ നിന്നും, വീടുകളിൽ നിന്നും, ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കാതിരിക്കുക, മൃഗങ്ങളെയും വാഹനങ്ങളെയും ജലാശയങ്ങളിൽ കഴുകാതിരിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ജലമലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ബേസിക്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം മീഡിയം കേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്